ഒരു നിമിഷം സുനിഷ, ഇപ്പോൾ അരുൺ സോളമൻ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അരുൺ സോളമൻ, ഈ ജീവനക്കാർ അവിടെ ഇല്ലാതിരുന്നതും യാത്രക്കാരൊന്നും ആ ഭാഗത്ത് വരാഞ്ഞതും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമായി. തലനാരിഴയ്ക്കാണ് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് യാത്രക്കാരും ജീവനക്കാരും രക്ഷപ്പെട്ടതല്ലേ? എന്താണ് സ്റ്റേഷൻ മാസ്റ്റർക്ക് പറയാനുള്ളത്? കുറച്ച് നാളായിട്ട് അവർ പരാതി കൊടുക്കുകയായിരുന്നു എന്ന് കേട്ടു. അരുൺ, കുറച്ച് വർഷങ്ങളായിട്ട് ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ കുറച്ച് വനിതാ ജീവനക്കാർ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് വിവരമാണ് സ്റ്റേഷൻ മാസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്ത് സൂചിപ്പിക്കേണ്ടുന്നത് ഈ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരമായിട്ടും ഇത് പരാതിപ്പെട്ടിട്ടും പരിഹാരം കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ ചെറിയൊരു ശബ്ദം കേട്ടിരുന്നു എന്നുള്ളതാണ്. സാർ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു ശബ്ദം കേട്ടത്? ഇവിടെ വന്ന കണ്ടക്ടേഴ്സ് രണ്ടും പേര് പറഞ്ഞ് രാവിലെ പൊടുപൊടാന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞ് എന്താണ് നിങ്ങൾ അറിയിക്കുന്നത് സാറേ? അത് എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് മതിൽ വീഴുമെന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അവർക്കറിയായിരുന്നു എന്ന് പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ടായിരുന്നു? ഇല്ല, ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ, KSRTC സ്റ്റേഷൻ മാസ്റ്ററാണ്. ഞാൻ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവാറുള്ളൂ. പിന്നെ വരുന്ന ഈ കണ്ടക്ടേഴ്സ് മാത്രമേ. വനിതാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നോ? വനിതാ കണ്ടക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ മതിൽ വീഴുന്നപ്പോൾ ആ ചെയറിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ആ സീറ്റോട് ചെയറോട് ചേർന്ന് മുമ്പോട്ട് തള്ളി വന്നു. പരിക്കുകൾ, കാലിനെന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? അവർക്കൊന്നും വലിയ പരിക്ക് അവർ ഏറ്റിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ചെറിയൊരു ക്യാബാണല്ലോ, മതിൽ വീണ് ഈ ചെയർ മൊത്തം ചേർന്ന് ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയില്ലേ? അതെ, ചെറിയ ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഇത് ചവറുകളും ഒക്കെ കിടക്കുകയാണ്. മാലിന്യം ഈ ഒരു രണ്ടും മരം നിൽക്കുന്ന അതിൻ്റെ വേരും ഒക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നമായിട്ട്. നിരന്തരമായിട്ട് പരാതി നൽകിയിട്ടും എന്താണ് ഇവർ പരിഹാരം കാണാൻ എന്താണ് അവർ മറുപടി പറഞ്ഞതാണ്? റെയിൽവേ എന്ത് മറുപടി പറഞ്ഞു? റെയിൽവേ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഈ സൈഡ് അവർ കെട്ടാം എന്നാണ് പറഞ്ഞിരുന്നത്. മുമ്പ് ഒരു വർഷത്തിന് മുമ്പേ നമ്മൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഈ മതിൽ കെട്ടാനുള്ള നടപടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. അത് എത്ര നാൾക്ക് മുന്നാണ് അങ്ങനെ ഒരു മറുപടി തന്നത്? ഒരു വർഷത്തിന് മുമ്പാണ്. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയമാവും. ആ സമയത്താണ് അവർ ഇവിടെ ഇത് പൊളിച്ച് മതിൽ കെട്ടാമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഇതിൻ്റെ ശേഷം നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നോ? അതിനുശേഷം ഞങ്ങൾ 2-3 പ്രാവശ്യം അവരെ സൂചിപ്പിച്ചു. അങ്ങനെ റെയിൽവേരെ ഉദ്യോഗസ്ഥരെ നമ്മൾ സൂചിപ്പിച്ചു ഈ മതിൽ വളരെ ഡേഞ്ചറായി നിൽക്കുകയാണ്, എന്തെങ്കിലും ഇത് ചെയ്യണം, എപ്പോഴായാലും ആ മതിൽ വീഴാൻ സാധ്യതയുണ്ട്. തിരിഞ്ഞു നോക്കിയില്ല? ഇല്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് തന്നെയാണ് നിരന്തരമായിട്ട് KSRTC ഈ സ്റ്റേഷൻ മാസ്റ്റർ അടക്കമുള്ളവർ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും റെയിൽവേ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വലിയൊരു കൃത്യവിലോപം, വലിയൊരു അനാസ്ഥ തന്നെ സംഭവിച്ചിരിക്കുന്നവരും. എന്തായാലും ജീവനക്കാർക്കും യാത്രക്കാർക്കും പരിക്കേറ്റില്ല എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത.